ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുത്ത ദൈവം അവരുടെ പലായനത്തിലുടനീളം പകൽ മേഘത്തൂണും രാത്രി അഗ്നിസ്തംഭവുമായി അവരോട് കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും ഒരിക്കൽ പോലും അവിടുന്ന് തന്നെ അവർക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല. പകരം താൻ തിരഞ്ഞെടുത്തവനായ മോശെ വഴിയാണ് ദൈവം ഇസ്രായേൽ ജനതയോട് സംസാരിച്ചിരുന്നത്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: പാളയത്തിന് വെളിയിൽ അകലെയായി മോശെ ഒരു കൂടാരമൊരുക്കുക പതിവായിരുന്നു. അവനതിന് സമാഗമ കൂടാരം എന്ന് വിളിച്ചു. ദൈവഹിതം അറിയാൻ ആഗ്രഹിച്ചവരൊക്കെ ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു. പഴയ നിയമ ജനതയ്ക്ക് ദൈവഹിതം അറിയാൻ മോശ ഒരു സമാഗമ കൂടാരം തീർത്തുവെങ്കിൽ, പുതിയ നിയമ ജനതയായ നമുക്ക് ദൈവഹിതം അറിയാൻ ദൈവം തീർത്ത കൂടാരമാണ്, സമാഗമ കൂടാരമാണ് പരിശുദ്ധ മറിയം. രക്ഷകന്റെ അമ്മയാവുക എന്ന ആനന്ദദായകവും അതേസമയം വേദനാജനകവുമായ ദൈവഹിതം ഗബ്രിയേൽ മാലാഖയിലൂടെ കടന്നു വന്നപ്പോൾ തന്നെ ആമേൻ പറഞ്ഞ പരിശുദ്ധ മറിയം ദൈവപുത്രന്റെ അമ്മയായിക്കൊണ്ട് ഉദരത്തിലും ഹൃദയത്തിലും ദൈവപുത്രനെ സ്വീകരിച്ച് സമാഗമ കൂടാരമാവുകയായിരുന്നു. അതായത് ദൈവമനുഷ്യ സംഗമവേദിയാവുകയായിരുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് സമയമായില്ല എന്ന് പറഞ്ഞ ദൈവപുത്രനോട് ദൈവഹിതം അറിയിച്ചുകൊണ്ട് സമയമായി എന്ന് പരിശുദ്ധയമ്മ പറയാതെ പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റിയ, തൻ്റെ പുത്രൻ്റെ ജീവിതത്തിൽ ദൈവഹിതം അറിയിച്ചു കൊടുത്ത പരിശുദ്ധ അമ്മയിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ദൈവഹിതം അറിയാനായി നാം പോകേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം അറിയാൻ, അത് നിറവേറ്റുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിലേക്ക് പോകാം. പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.